ഡേഞ്ചറാണ് കേട്ടോ, വെരി ഡേഞ്ചറാ. ആൽ ബി ഡേഞ്ചർ. ഞാനാടാ ഡേഞ്ചർ. ഞാനാ ഡേഞ്ചർ, നീ ഉണ്ടേ? വെൽക്കം ടു ഡേ 2. ഞങ്ങളിന്ന് എനിക്കാൻ കുറച്ച് ലേറ്റായി. എനിക്ക് വന്നപ്പോൾ 12 മണിയായി. ഇന്നത്തെ നല്ല ക്ഷീണമുണ്ടായി. പിന്നെ നമ്മൾ മറ്റേ ബാനിയൻ ട്രീ കാണാൻ പോകണതാണ്. സോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ കഴിക്കാനുള്ളത് ചായ ഉണ്ട്. ഇത് മുസ്ലി ബ്രേക്ക്ഫാസ്റ്റ്, ഇത് ന്യൂട്ടല്ല ടോസ്റ്റ്. ഇതാണ് ഞങ്ങളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. തേനുണ്ട് ഇവിടെ. ഇത് കഴിച്ച് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി നേരെ ബാനിയൻ ട്രീ കാണാൻ പോകുന്നു. ആൽബി ഇവിടെ ഇരുന്നിട്ട് സ്റ്റോറി ഉണ്ട്. ആൽബി സോ ഇനി ഡ്രസ്സൊക്കെ മാറിയിട്ട് ട്രക്കിങ്ങിന് പോവാം. സോ ഗായ്സ്, നമ്മൾ ട്രക്കിംഗ് ചെയ്ത് ഇവിടെ 700 വർഷം പഴക്കമുള്ള ഒരു ബാനിയൻ ട്രീ കാണാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ. ഞങ്ങൾ ട്രക്കിങ്ങിന് പോണ വഴി ആ വഴിയാ പോണ വഴി ഞങ്ങൾക്കൊരു ലാറ്റിൻകാരൻ ഒരു പാർട്ടിക്കുള്ള കൂപ്പൺ കിട്ടി. ഇതാണ് പാർട്ടി. അപ്പോൾ ഇത് ഉള്ളതാണോ ഇല്ലെന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. 6 മണിക്കാണ് കാണിക്കുന്നത്, 6 തൊട്ട് 7 വരെ. സൽസ വർക്ക്ഷോപ്പ്, പിന്നെ ലാറ്റിൻ പാർട്ടി, അങ്ങനത്തെ പരിപാടിയൊക്കെ. സോ നമുക്ക് നോക്കാം. നമ്മൾ ഇന്നലെ കണ്ട പോലെ വീണ്ടും അതേ ബീച്ചിലൂടെ നമ്മൾ തേരാപ്പാര നടക്കുന്നു. ഇവിടുത്തെ ശിവൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കിടിലൻ വ്യൂ, നൈസ് വ്യൂ ആണ്. അവരപ്പം എന്ത് ഒറ്റയ്ക്ക് കുളിക്കുന്നു. ഏതാ മാസം നടത്താം വയ്യ. പോയി മാസം എന്ത് പിടിച്ചു തുടങ്ങിയത് അമ്മച്ചിയെ പാമ്പ്. നമുക്ക് ഈ മലയെല്ലാം താണ്ടി കൊന്നെല്ലാം താണ്ടി പോണം. നമുക്ക് ആ ബീച്ചിൽ പോയിട്ട് വരാം. വാ, അവിടെയാന്ന് തോന്നുന്നുണ്ട്. അവിടെ ഒരു മരം കണ്ടിനി. ആ കുഞ്ഞുമരാണോ? ശരാ മാപ്പ് നമ്മളെ ഒരു കടലിന്റെ നടുക്കൊക്കെ എത്തിച്ച്. നമ്മുടെ മാപ്പ് നോക്കിവിടെയൊക്കെ അഴുക്കൊക്കെ ആക്കിയിട്ടേക്കുന്നു. എടാ ഇതിലെ വാട പൊട്ട, ഫോൺ നോക്കി വീടല്ലേ, നല്ല രസായിരിക്കും. എടാ ഇതൊക്കെ കിടന്ന് അങ്ങനെ പോണൂടോ. ബ്രിഡ്ജ് ഉണ്ടോ അവിടെ? ബ്രിഡ്ജ് ഉണ്ടോ? ഇങ്ങനെ വടി കൂടെ പോകേണ്ടി വരും വിചാരിച്ചു. ഈ വടിമേ കൂടെ നടക്കണോ നീ? ഈ കല്ലിങ്ങനെ വെച്ചതാണോ സിമെന്റ് ഇട്ടേക്കണതാല്? കുറച്ച് ഒരു 1-2 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. സോ നിങ്ങൾ അടുത്തെത്തുമ്പോൾ കാണിച്ചു തരാം. ഗൈസ്, നമുക്ക് ഈ കാണുന്ന കാട് കയറണം ഇനി. അതെ, മഡ്ബാത്തേൻ്റെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് ഇവിടുന്ന്. നമുക്കിനി ഈ മല കയറണം തോന്നുന്നുണ്ട്. ഒരുത്തൻ വരുന്നു മഡിൽ പിടിച്ച് കഴുകി കളയാൻ മറന്നുണ്ട് മച്ചാൻ. ഇതേ കുറെ ബാബു ബോയ്സ് ഉണ്ട്. ഗൈസ്, നമ്മൾ അതേ അഡ്വഞ്ചറസ് ആയ വഴി കൂടെയാണ് പോകുന്നത്. പാമ്പ് കൊത്തിക്കഴിഞ്ഞാൽ ഈ ലൈവ് വരുന്നതല്ല, ഈ വീഡിയോ അപ്ലോഡ് ആകുന്നതല്ല. പാമ്പ് കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതല്ല. കാടെല്ലാം താണ്ടി വേണം ചളിയിൽ കുളിക്കാൻ പോകാൻ. കണ്ടാൽ വിചാരിക്കും കുളിച്ചിട്ട് കൊല്ലങ്ങളായിന്ന്. അമ്മാതിരി ആർത്തിയിലെ പിള്ളേരൊക്കെ പോകുന്നു. നൈസ്. ഗൈസ്, നമ്മൾ മഡ്ബാത്തേരിയിലെത്തി. ഇവിടെ ശാന്തമായിരിക്കണം, അതാണ് സംഭവം. കണ്ടോ? ഇത് തന്നെയാണോ? റേഞ്ച് ഇട്ടുണ്ടോ നിനക്ക്? ഇവിടെ പ്രകൃതിയുടെ രമണീയനായിട്ട് ആസ്വദിച്ചിരിക്കുകയാണോ? ഫോട്ടോ എടുത്തു. എല്ലാം പറ്റില്ല, ഹൈലി കോൺഫിഡൻഷ്യലാ. അതിനകത്ത് മീനുണ്ട്. നല്ല തണുപ്പുണ്ട്.
നമ്മൾ ഇവിടെ ഒന്ന് കുളിച്ച് കഴിഞ്ഞ് തുണി അലക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെ വകയുള്ള ബാർക്കോക്ക് മനുഷ്യൻ്റെ നീ വെച്ച സാധനം ഗൈസ്, ഇവിടെയാണ് എല്ലാവരും നമ്മുടെ ഈ മഡ് ബാത്തിന് ചെയ്യാനുള്ള മഡ് എടുക്കുന്നത്. ഉൾട്ടാൻ മൂട്ടിയാണ് ഐറ്റം. സോ ഇത് കണ്ടു, ഇതിൽ ആൾക്കാർ വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതെടുക്കും. കണ്ടു, ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കും. ഇവിടെയുണ്ട്. ഇതിങ്ങനെ കയ്യിൽ പറ്റുക, ഉണങ്ങാൻ വയ്ക്കുക, കഴുകുക. ഇത് കുടിവെള്ളമാണ്. ഇതിവിടുന്ന് ആൾക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രിങ്കിങ് വാട്ടർ. സോ മഡ് ബാത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. തിരിച്ചുവിട്ട് നല്ല സ്ഥലത്തോട്ട് ഫുഡ് അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സോ ഗ്ലെയർ സോ ഞങ്ങളിനി ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകണം. ഗൈസ്, ഞങ്ങൾ മഡ് ബാത്ത് അങ്ങനെ കുളിക്കാനായിട്ട് മേല് മൊത്തം തേക്കൊന്നും ചെയ്തില്ല. പക്ഷെ മുഖത്തും മേലും കയ്യിലൊക്കെ ചെയ്ത് മുഖമൊക്കെ വെളുത്തിട്ടോ. ശരിയാട്ടോ, മുഖമൊക്കെ വെളുത്തു. ആൽബി വെളുത്തല്ലോടാ. അതല്ല, നീ വെളുത്തുന്ന്. ഇവിടെ വേറെ ബാനിയൻ ട്രീ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ഞങ്ങൾ വന്ന സമയത്ത് ബാനിയൻ ട്രീ ഒടിഞ്ഞു എന്നല്ല പറഞ്ഞു. എന്തോ പറ്റി, അടിച്ചു പോയിന്നോ എന്തോ തോന്നുന്നുണ്ട്. മരമില്ലാന്ന് തോന്നുന്നു അവിടെ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യും. ഞങ്ങൾ ഇനി ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് ഇനി അങ്ങനെ കയറാൻ പറ്റുന്ന കേട്ടോ ഇവിടെ എവിടെയൊക്കെ. ഞങ്ങളിവിടെ ഭയങ്കര പഴക്കമുള്ള ഒരു ബാനിയൻ ട്രീ കണ്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇതാണ് സ്ഥലം. ഏതാ മരം? ഇതല്ലേ? ഇത് സബ്രാൻ അറിയാം. ഇതില്ല, ഏതാ? ഇതല്ല സ്ഥലം. ശരിക്കും ബാനിയൻ ട്രീ ഇവിടെ പൊളിഞ്ഞ് എന്തോ പോയിന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. ഞങ്ങൾ വന്നിട്ട് വന്ന് ഉള്ള വഴിയൊക്കെ ഇനി ഇങ്ങോട്ട് വഴിയില്ല. അപ്പോൾ ഇത് തൽക്കാലത്തേക്ക് ഞങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാനായിട്ട് ഇതാണ് 700 വർഷമുള്ള ബാനിയൻ ട്രീ. അത്രേ ഉള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി ഒബ്ജക്ഷൻ? നിനക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ജേണി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളൊരു സൺസെറ്റ് കണ്ടുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ്. വാവ്. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാറായി. ഇന്നത്തെ ദിവസം ഇതായിരുന്നു മെയിൻലി. പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായില്ല. സോ ഒരു സൺസെറ്റ് കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഡേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സൺസെറ്റ് ഉണ്ട്, ആ സൺസെറ്റ് നൈസ്. ഇത് ഏതാണെന്നറിയാം ബീച്ച്? ബീച്ചിന് പേര് ഓർമ്മയില്ല ഗൈസ്. സോ അയ്യോ, നമ്മളിന്ന് എന്ത് കണ്ടു ആൽബി? ആൽബിയുടെ കല എന്തോ കുടുങ്ങി. സോ നമ്മൾ ഇന്നത്തെ മെയിൻ പേര് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കവർ ചെയ്തിരിക്കുന്നു. മഡ് ബാത്ത് ചെയ്യുന്നു. ബാനിയൻ ട്രീ കാണാൻ പറ്റിയില്ല. തൽക്കാലത്തേക്ക് ഞങ്ങൾ നേരത്തെ കാണിച്ച് ബാനിയൻ ട്രീ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ നമുക്ക് സൺസെറ്റ് കണ്ട് എല്ലായിടത്തും പോയി ഫുഡ് അടിച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഈ മനോഹരമായ ഒരു സൺസെറ്റ് കണ്ട് നമുക്ക് ഇവിടുന്ന് നേരെ വൈൻഡ് അപ്പ് ചെയ്യാം. റീക്രിയേഷൻ ഇനി മോശമാ. മുക്കണ വെള്ളത്തില് ഇല്ലല്ലോ അവിടെ.